എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛനും അമ്മയുമായ ദേവകിയും വസുദേവരും യഥാർത്ഥത്തിൽ വളരെ കാലം ഭഗവാൻ തങ്ങളുടെ മകനായി ജനിക്കണമെന്ന് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ അവരുടെ 8ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണനായി ജനിച്ചത്. അതേപോലെ തന്നെ അവരുടെ ബാക്കി 6 പുത്രന്മാരും ജനിച്ച ഉടനെ തന്നെ അവരെ വധിക്കേണ്ടി വന്നത് അത് ഒരു ശാപം മൂലമാണ്. പ്രജാപതി, അതായത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് പ്രജാപതിമാർ. ആ പ്രജാപതിമാരിൽ 9ാമത്തെ പ്രജാപതിയായ മാരീചി മഹർഷിയുടെ പുത്രന്മാരാണ് ഈ 6 പേർ. ഇവർ വസുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ഒരിക്കൽ ബ്രഹ്മാവും സരസ്വതി ദേവിയും കൂടിയിരുന്ന സമയത്ത് ബ്രഹ്മാവിനെ നോക്കി കളിയാക്കി ചിരിച്ചതിൻ്റെ പേരിൽ ബ്രഹ്മാവ് അവരോട് കോപിച്ചു. അങ്ങനെ കോപിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ശാപം കൊടുത്തു. നിങ്ങൾ ഭൂമിയിൽ പോയി മനുഷ്യജന്മം എടുക്കേണ്ടി വരട്ടെ, നിങ്ങളുടെ പിതാവിൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾ വധിക്കപ്പെടട്ടെ എന്ന്. അങ്ങനെയുള്ള ശാപ കാരണമായിട്ടാണ് കംസൻ കഴിഞ്ഞ ജന്മത്തിൽ കാലനേമിയായിരുന്നു. അപ്പോൾ കാലനേമിയായിരുന്ന സമയത്തും അവരിൽ വധിക്കപ്പെട്ടു. അങ്ങനെ അവർക്ക് അപ്പോൾ അവസാനത്തെ ജന്മത്തിൽ അവർക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ അവരെ അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ അവരുടെ അച്ഛനായിരുന്ന കാലനേമിയുടെ കൈകൊണ്ട് തന്നെ വധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നാരദ മഹർഷി കംസനോട് പറഞ്ഞത്, 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8ാമത്തെ പുത്രൻ വധിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട, ഏത് പുത്രൻ വേണേലും ചിലപ്പോൾ വധിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് കംസനോട് പറഞ്ഞു കൊടുക്കാൻ കാരണം ആ ദേഷ്യത്തിൽ കംസൻ അവരെ പെട്ടെന്ന് തന്നെ വധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർക്ക് ആ 6 വസുക്കൾക്കും ശാപമോക്ഷം കിട്ടി. ഈ വീഡിയോയിൽ ഞാൻ പൂതനാമോക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ വസുദേവൻ പറഞ്ഞതുപോലെ തന്നെ ഗോകുലത്തിൽ ഒരാപത്തുണ്ടാകുകയായിരുന്നു. കാരണം കംസന് ഭയങ്കരമായ ആശയക്കുഴപ്പമുള്ളതിനാൽ ഈ ദുഷ്ടനായ കംസൻ ഗോകുലത്തിൽ അപ്പോൾ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ രാക്ഷസന്മാരോടും രാക്ഷസികളോടും ഗൂഢാലോചന നടത്തുകയും അവരോട് അതേപ്പറ്റി പറയുകയും ചെയ്തു. അങ്ങനെ ഭയങ്കരിയായ ഒരു രാക്ഷസി ഉണ്ടായിരുന്നു, പൂതന. അപ്പോൾ കംസൻ അവൾക്കൊരു ജോലി കൊടുത്തിട്ടുണ്ട്. നാട് ചുറ്റി നടന്ന് ഇളം പൈതലുകളെല്ലാം കൊല ചെയ്യണം. കാരണം ആരാണ് ഇപ്പം 8ാമത്തെ പുത്രനായി ഇനി എവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു എവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടാണ് അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ പൂതനയ്ക്ക് കുട്ടികളെ കൊല്ലുന്നതിന് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. അവൾ രാക്ഷസിയുടെ രൂപമൊക്കെ മറിച്ച് വളരെ സുന്ദരിയായിട്ടൊക്കെ നടന്ന് പാല് കൊടുക്കും കുട്ടികൾക്ക്. അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് എടുത്ത് പാല് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ സുന്ദരിയായ രൂപം കാണുമ്പോൾ ആരും സംശയിക്കത്തില്ല, എല്ലാ വീട്ടിലും കയറി നടക്കാം. അപ്പോൾ കയറി നടന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെയ്യെ പോയി ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് അങ്ങനെയായിരുന്നു അവൾ കുഞ്ഞുങ്ങളെ കൊന്നിരുന്നത്. അത്തരത്തിൽ അവൾ ആ കുഞ്ഞുങ്ങൾക്ക് വിഷം തേച്ച ആ പാൽ കുടിക്കുന്നതോടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുമായിരുന്നു. ഇതൊന്നും ആ ഗോകുലത്തിൽ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ പൂതന നന്ദഗോപൻ്റെ ഗൃഹത്തിലും എത്തി. മെല്ലെ മെല്ലെ അകത്ത് കയറി. അപ്പോൾ അതീവ സുന്ദരിയായ വേഷത്തിലായതുകൊണ്ട് പെണ്ണുങ്ങളും മറ്റുള്ളവരും ആരും തന്നെ അവളെ തടഞ്ഞുമില്ല. കുട്ടിയെ കയ്യിലെടുത്തു. എല്ലാം അറിയുന്ന സകല മായയുടെയും അധിപനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചപ്പോൾ ആ ഭഗവാന്റെ അടുത്ത് ഈ രാക്ഷസിയുടെ വല്ല അടവും നടക്കുമോ? ഇല്ല. കയറെന്ന് കരുതി സർപ്പത്തെ എടുത്താലോ? എടുക്കുന്നയാളെ സർപ്പം കൊത്തിക്കൊല്ലും. അതുപോലെയായി പൂതനയുടെ അനുഭവം.
അവൾ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. തെല്ല് കഴിഞ്ഞ് ഒരു തരിപ്പ് തോന്നി. തരിപ്പ് വേദനയായി മാറി. വേദന വയ്യാതായി. അവൾ കുട്ടിയെ മാറത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അത്ര ബലമായി കടിച്ചു പിടിച്ചിട്ടുണ്ട് കുട്ടി. അവൾ കണ്ണുകൾ തുറിച്ച് കൈകാലുകൾ കുടഞ്ഞ് വിയർപ്പിൽ കുളിച്ച് ഉറക്കെ നിലവിളിച്ചു. അവളുടെ പ്രാണനെ ആ മുലപ്പാലിലൂടെ വലിച്ചു കുടിച്ചു കുട്ടി, അഥവാ കുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവാൻ. എന്തിനു പറയുന്നു, പൂതന മരിച്ചു വീണു. അങ്ങനെ മരിച്ചതോടെ പൂതനയുടെ പുതിയ രൂപം, ആ സുന്ദരിയുടെ രൂപം മാറി. പഴയ രൂപം, രാക്ഷസിയുടെ രൂപം വന്നു ചേർന്നു. വളഞ്ഞു നീണ്ട ദംഷ്ട്രകളുണ്ട്, ഗുഹയ്ക്ക് തുല്യമായ വായയുണ്ട്, പൊട്ടക്കിണർ പോലത്തെ കണ്ണുകളുണ്ട്, ചിതറിയ ചെമ്പിച്ച് തലമുടിയുണ്ട്. ചത്തുമലച്ച് കിടപ്പുണ്ട് ആ ഭയങ്കരി, കരിമലയെപ്പോലെ. അവിടെ വന്നു ചേർന്ന് ഗോപസ്ത്രീകൾ ഭയന്നുപോയി, പരിഭ്രമിച്ചുപോയി. രാക്ഷസിയുടെ മാറത്ത് കിടന്ന് കളിക്കുകയാണ് യശോദയുടെ ഉണ്ണി. അവർ ഓടിച്ചെന്ന് ഓമന കുഞ്ഞിനെ വാരിയെടുത്തു. അപ്പോഴേക്കും നന്ദഗോപൻ മധുരയിൽ നിന്ന് മടങ്ങിയെത്തി. വാസ്തവമല്ലേ വസുദേവൻ പറഞ്ഞത്? ആപത്ത് സംഭവിച്ചിരിക്കുന്നു. എങ്കിലും അത് ഒഴിഞ്ഞുപോയി. ഈശ്വരൻ്റെ അനുഗ്രഹം. പൂതനയുടെ ദേഹം ദഹിപ്പിച്ചു ഗോപന്മാർ. പുകയിൽ നിന്ന് ഉയരുകയായി അഖിലിൻ്റെ വാസന. ഭഗവാനെ കൊല്ലാൻ ഉദ്യമിച്ചവളാണ് രാക്ഷസി. ഭഗവാൻ അവളെ കൊല്ലുകയാണ് ചെയ്തത്. ഭഗവാന്റെ കയ്യാൽ മരണമുണ്ടായപ്പോഴോ ആ പാപിയുടെ പാപമെല്ലാം തീർന്നുപോയി. അങ്ങനെ രാക്ഷസിയായ പൂതനയ്ക്ക് മോക്ഷം ലഭിച്ചു. പൂതനാമോക്ഷം. ഇനിയും ഭഗവാന്റെ ഒരുപാട് ബാലലീലകളുണ്ട്. ഒരുപാട് രാക്ഷസന്മാരെയും രാക്ഷസിമാരെയും എല്ലാം ഭഗവാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകളാണ് ഇനി പറയുന്നത്. രോഹിണിയുടെ മകന് മനോഹരമായ വെളുപ്പ് നിറമാണ്. യശോദയുടെ മകന് കാന്തി ചിന്തുന്ന നീല നിറവും. 2 കുട്ടികൾക്കുമുണ്ട് അതിയായ സൗന്ദര്യം, മറ്റാർക്കുമില്ലാത്ത ദിവ്യമായ സൗന്ദര്യം. രണ്ടാമതും അത്യാപത്ത് സംഭവിച്ചിരിക്കുന്നു. യശോദ ഉണ്ണിയെ ഉറങ്ങാൻ കിടത്തി. എന്നിട്ട് അതിഥികളെ സൽക്കരിക്കാൻ പോയി. പെട്ടെന്ന് വലിയൊരൊച്ച, എന്തോ തകരുന്നത് പോലെ. ഉണ്ണിയുള്ള സ്ഥലത്തു നിന്നാണ് ഒച്ച. യശോദയും മറ്റുള്ളവരും പരിഭ്രമിച്ച് അങ്ങോട്ടോടി. അവർ എന്താണ് കണ്ടത്? വലിയൊരു വണ്ടിയുണ്ട്, തകർന്നു കിടക്കുന്നു. ഈ വണ്ടി വന്നതെങ്ങനെ, തകർന്നു പോയതെങ്ങനെ? ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. കംസന്റെ കിങ്കരന്മാരിൽ ഒരുവനാണ് ശകടാസുരൻ. ആ മായാവി ശകടമായി, അതായത് വണ്ടിയായി രൂപം മാറി കുഞ്ഞിനെ ചതച്ചു കൊല്ലാനായിരുന്നു അവൻ്റെ ഒരുക്കം. കുഞ്ഞിക്കാൽ കൊണ്ടൊന്ന് തൊഴിച്ചു. വണ്ടി തകർന്ന് തരിപ്പണമായി. തൃണാവർത്തൻ എന്നൊരസുരനുണ്ട്. അവനും കംസന്റെ കിങ്കരനാണ്. അവൻ ചുഴലിക്കാറ്റായി ആഞ്ഞുവീശി, ഘോരമായി മൂളി, ഇരുൾ പടർത്തി, പൊടിയിളക്കി, കല്ലുകൾ ചൊരിഞ്ഞു. കുട്ടിയെ എടുത്തു, ആകാശത്തേക്കുയർന്നു. കുഞ്ഞിൻ്റെ ഘനം വർദ്ധിച്ചു, വളരെ വർദ്ധിച്ചു, വേഗത്തിൽ വർദ്ധിച്ചു. ശക്തനായ തൃണാവർത്തന് താങ്ങാൻ ത്രാണിയില്ലാതായി. അവൻ്റെ വേഗം കുറഞ്ഞു. കഴുത്തിൽ പിടികൂടിയിരുന്നു കുട്ടി. പിടി ഒന്നിനൊന്ന് മുറുകുകയും ചെയ്തു. അസുരന് ശബ്ദിക്കാൻ വയ്യാതായി, ശ്വാസം വിടാൻ വയ്യാതായി. അവൻ കണ്ണു തുറിച്ച് ചത്തുവീണു. ദേഹം താറുമാറായി. കുഞ്ഞിനോ ഒരു പോറൽ പോലും ഉണ്ടായില്ല. അങ്ങനെ ശകടാസുരവധവും തൃണാവർത്തവധവും കഴിഞ്ഞിരിക്കുമ്പോഴാണ് മഹർഷി ഗർഗൻ എത്തിയത്. ഗർഗമുനി കുട്ടികൾക്ക് നാമകരണം ചെയ്തു. രോഹിണിയുടെ പുത്രനാണ് മൂപ്പ്. ആ കുട്ടിക്ക് രാമൻ എന്ന് പേര് നൽകി. രാമന് വളരെ ബലമുണ്ട്, അതിനാൽ ബലരാമൻ എന്നായി പേര്. യശോദയുടെ പുത്രന് കൃഷ്ണൻ എന്ന പേര് നൽകി. ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇഴയുന്ന പ്രായമായി ബലരാമനും ശ്രീകൃഷ്ണനും. എന്ത് ഭംഗിയാണ് അവർ ഇഴയുന്നത് കാണാൻ. ചെളിയായാലും കൊള്ളാം, പൊടിയായാലും കൊള്ളാം, ഇരുവർക്കും കൂസലില്ല. ചിലരെ കണ്ട് പേടിച്ചെന്ന് വരാം. അപ്പോൾ ഇരുവരും അമ്മമാരുടെ അടുക്കലേക്ക് വേഗം ഇഴഞ്ഞു പോകും. അമ്മമാർ അവരെ വാരിയെടുത്ത് പാല് കൊടുക്കും. പല്ലുകൾ മുളച്ചു വന്നപ്പോഴോ ചിരിക്കുമ്പോൾ അവ പുറത്തു കാണും. അപ്പോൾ എന്ത് ആനന്ദമാണ് അമ്മമാർക്ക്. ക്രമേണ കുട്ടികൾ നിൽക്കാറായി, നടക്കാറായി. ചിലപ്പോൾ പശുക്കുട്ടികളുടെ വാലിൽ പിടികൂടും. പശുക്കുട്ടികൾ അവരെ വലിച്ചിഴച്ച് നടക്കും. കുറേ കൂടി വളർന്നപ്പോഴോ അമ്മമാരുടെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട്. ബലരാമനും ശ്രീകൃഷ്ണനും ഒരു നിമിഷം അടങ്ങിയിരിക്കുകയില്ല. വല്ല അപകടത്തിലും ചെന്ന് ചാടുമോ? സദാസമയം സൂക്ഷിച്ചു കൊണ്ടിരിക്കണം. കൂട്ടത്തിൽ വീട്ടുജോലിയും നോക്കണം. രണ്ടും ഒന്നിച്ച് ചെയ്യുന്നതെങ്ങനെ?
പോരെങ്കിൽ മറ്റൊരു വിഷമവുമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുസൃതികൾക്ക് കയ്യും കണക്കുമില്ല. അയൽ വീടുകളിലെല്ലാം ചെല്ലും, വേണ്ടാത്ത കുണ്ടാവണ്ടികളെല്ലാം കാണിക്കും. അവിടുത്തെ പെണ്ണുങ്ങൾ ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. ഒടുവിൽ അവർക്ക് നിവൃത്തിയില്ലാതായി അവർ യശോദയെ കണ്ട് പരാതി പറഞ്ഞു. കൃഷ്ണൻ ഒരു വീട്ടിൽ കയറി ചെല്ലും, കെട്ടിയിട്ട പശുക്കുട്ടികളെ അഴിച്ചുവിടും. അവ അമ്മ പശുക്കളുടെ പാൽ കുടിക്കും. കറവയ്ക്ക് സമയമാകുമ്പോഴോ ഒരു തുള്ളി പാല് കാണുകയില്ല. ചില പെണ്ണുങ്ങൾ കൃഷ്ണൻ്റെ കുസൃതി കണ്ട് ശകാരിച്ചെന്ന് വരാം. കൃഷ്ണനുണ്ടോ ഛേദം? കേട്ടു നിന്ന് നല്ല കള്ളച്ചിരി തൂവും. വേറൊരിടത്ത് അതല്ല കുസൃതി, പാൽ കട്ടുകുടിക്കും, മിച്ചം വരാറുമില്ല. ഒരു പക്ഷെ മിച്ചം വന്നിരിക്കട്ടെ, അത് കലത്തിൽ വെച്ചേക്കുകയില്ല. പിന്നെയോ പൂച്ചകൾക്ക് കൊടുക്കും. പൂച്ചകൾ കുടിച്ചിട്ടും ബാക്കി വന്നാലോ കൃഷ്ണൻ ആ പാത്രം തച്ചുടയ്ക്കും. ചില വീടുകളിൽ മോഷണം സാധിച്ചെന്ന് വരില്ല. അപ്പോൾ വീട്ടുകാരോട് കയർക്കും. ഉറങ്ങുന്ന കുട്ടികളെ വിളിച്ചുണർത്തി കരയിക്കും, എന്നിട്ട് ഓടിപ്പോയി കളയും. വേറെ ചിലയിടത്ത് മറ്റൊരു കുസൃതി കാട്ടും. ഉറികളുള്ള മുറിയിൽ കയറും. ഉറികളിൽ വെണ്ണയും പാലും വെച്ചിട്ടുണ്ട്. കൈയെത്താത്ത പൊക്കത്തിലാണ് താനും. അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്യും? പീഠമെടുത്തു വെച്ച് അതിന്മേൽ കയറി നിൽക്കും. എന്നിട്ടും കൈ എത്തിയില്ലെന്ന് വരാം. അപ്പോൾ എന്തു ചെയ്യും? ആ പീഠത്തിന്മേൽ ഉരൽ വെക്കും. അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ടും ചിലപ്പോൾ ഉറിയിലെത്തിയെന്ന് വരില്ല. അപ്പോൾ കൃഷ്ണൻ മിണ്ടാതെ പോയി കളയുമോ? ഇല്ല. വടിയെടുത്ത് കലത്തിൽ കുത്തി ഓട്ടയുണ്ടാക്കും. ചോർന്നു വീഴുന്ന പാൽ വായിലാക്കും. പെണ്ണുങ്ങൾ കണ്ടുപിടിച്ചാലോ അവരെ ശകാരിക്കും. അങ്ങനെ എന്തെല്ലാം കുസൃതികൾ! പെണ്ണുങ്ങൾ പരാതി പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടോ കുലുക്കം? താനൊന്നും അറിഞ്ഞില്ലേ എന്നാണ് ഭാവം. യശോദ മകൻ്റെ മുഖത്ത് നോക്കി. എന്തൊരു ഓമനത്തമാണ് ആ മുഖത്തിന്! ചിരിച്ച് നിൽക്കുന്നു. യശോദ പോലും പുഞ്ചിരി തൂകിപ്പോയി. പിന്നൊരിക്കൽ യശോദയ്ക്ക് മറ്റൊരു പരാതി കിട്ടി. പരാതി പറഞ്ഞതോ ബലരാമനും കൂട്ടുകാരും. ശ്രീകൃഷ്ണൻ മണ്ണ് തിന്നുന്നു അത്രേ. യശോദ മകൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. നീ എന്തിനു മണ്ണ് തിന്നു? യശോദ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മേ, ഞാൻ ഒട്ടും മണ്ണ് തിന്നില്ല. എന്നെ തോൽപ്പിക്കാൻ ഇവർ കള്ളം പറയുകയാണ്. ഞാൻ നേരല്ല പറയുന്നതെങ്കിൽ എൻ്റെ വായി നോക്കണം. കൃഷ്ണൻ പറഞ്ഞു. ശരി, ഞാനൊന്ന് കാണട്ടെ. നീ വായി തുറക്ക്. യശോദ ആജ്ഞാപിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ വായ തുറന്നു. യശോദ വായ്ക്കകത്തേക്ക് നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? ദ്വീപുകൾ, നദികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഭൂലോകത്തിലെ സകല ചരാചരങ്ങളും. മാത്രമല്ല സൂര്യൻ, ചന്ദ്രൻ, മറ്റു ഗോളങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവനും. എന്താണിത്? സ്വപ്നമാണോ അതോ മായയോ ഭ്രാന്തോ? യശോദ അന്താളിച്ചു നിൽപ്പായി. യശോദാമ്മയുടെ അത്തരത്തിലുള്ള നിൽപ്പ് കണ്ട് ഭഗവാൻ കൃഷ്ണന് വിഷമം തോന്നി. കൃഷ്ണൻ വിഷ്ണുമായ പ്രയോഗിച്ചു. യശോദ കണ്ടതെല്ലാം മറന്നുപോയി. കുസൃതി ഉണ്ടോ കുറയ്ക്കുന്നു കൃഷ്ണൻ. ഒരിക്കൽ യശോദ തൈര് കടയുകയായിരുന്നു. ശ്രീകൃഷ്ണൻ ഓടിച്ചെന്ന് കടക്കോലിൽ കയറിപ്പിടിച്ചു. ഉടനെ പാല് കുടിക്കണം. യശോദ കടയൽ മതിയാക്കി മകനെ മടിയിലിരുത്തി മുലപ്പാൽ കൊടുത്തു. അപ്പോഴാണ് ഒന്ന് കണ്ടത്. അടുപ്പിൽ പാൽ തിളച്ചു മറിയുന്നു. യശോദ മകനെ മടിയിൽ നിന്ന് മാറ്റി പാൽപാത്രം വാങ്ങി വെക്കാൻ ഓടിപ്പോയി. ശ്രീകൃഷ്ണന് വന്ന ദേഷ്യം കാണണം. പല്ലുകൾ കടിച്ചമർത്തി തൈർക്കലം തച്ചുടച്ചു. തലേനാളത്തെ വെണ്ണ തിന്നു. തെല്ല് കഴിഞ്ഞ് യശോദ മടങ്ങി വന്നു. അപ്പോഴൊരു കാഴ്ച കണ്ടു. ശ്രീകൃഷ്ണൻ കുരങ്ങനെ വെണ്ണ തീറ്റുന്നു. യശോദ അരിശം കൊണ്ടു. ഒരു വടി കൈക്കലാക്കി മകനെ അടിക്കാനെടുത്തു. മകൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടം. അമ്മ പുറകെ ഓടി. രണ്ടുപേരും ഓടി. ഓടുമ്പോൾ അമ്മയുടെ തലമുടിക്കെട്ട് അഴിഞ്ഞു. അതിൽ നിന്ന് പൂക്കൾ ചിതറി വീണു. അതൊന്നും കൂട്ടാക്കാതെ അമ്മ ഓടിച്ചെന്ന് മകനെ പിടികൂടി. ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? മിഴികളെ വിരൽ കൊണ്ട് കറച്ചക്കി. എന്നിട്ട് ചുണ്ടു പുലർത്തി കരഞ്ഞു തുടങ്ങി. മകൻ്റെ കരച്ചിൽ കണ്ടപ്പോഴോ അമ്മയ്ക്ക് അടിക്കാൻ മനസ്സ് വന്നില്ല. എങ്കിലും ദേഷ്യപ്പെട്ട് ഉരലിൽ പിടിച്ച് കെട്ടാൻ ഒരുമ്പെട്ടു. പക്ഷെ കയറിന് 2 അങ്കുലം നീളം പോരാതെ വന്നു. യശോദ മറ്റൊരു കയർ ചേർത്ത് കെട്ടി. എന്നിട്ടും 2 അങ്കുലം പോരാ. യശോദ വേറെ ഒരു കയർ കൊണ്ടുവന്ന് കെട്ടി. എന്നിട്ടും നീളം പോരാ. കയറുകൾ അനേകം കൊണ്ടുവന്നു. എത്രയായിട്ടും നീളം പോരാ. ഇനി വീട്ടിൽ കയർ ബാക്കിയില്ല. യശോദ വിയർത്ത് കിതയ്ക്കുകയാണ്. അത് കണ്ടപ്പോൾ ഭഗവാൻ കുഞ്ഞികൃഷ്ണൻ്റെ മനസ്സലിഞ്ഞു. മനഃപൂർവ്വം കയർ പോരാതെയാക്കിയതാണ്. ഇനിയും അമ്മയെ ബുദ്ധിമുട്ടിച്ചു കൂടെന്ന് തോന്നി. യശോദ ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ കയർ മതിയെന്ന് കണ്ടു. മകനെ ഉരലിൽ ചേർത്ത് കെട്ടി. എന്നിട്ട് ഗൃഹത്തിൽ കയറിപ്പോയി. ആ സന്ദർഭം വന്നു ചേർന്നു. 2 പേർക്ക് ശാപമോക്ഷം ലഭിക്കുന്ന സന്ദർഭം.
കുബേരൻ്റെ പുത്രന്മാരാണ് രണ്ടുപേരും. നളകൂബരനും മണിഗ്രീവനും വളരെ കാലമായി ശാപമേറ്റിട്ട് അഹങ്കാരമുണ്ട് അവർക്ക്. ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരത്തോടുകൂടി മദ്യത്തിൻ്റെ ലഹരി ചേരും. അപ്രകാരം ഒരവസരമാണ് അവർ ഗംഗയിൽ ഇറങ്ങി കുളിക്കുന്നു, നീന്തുന്നു, കളിക്കുന്നു, തിമിർക്കുന്നു. ആ വഴി വരികയായിരുന്നു നാരദ മഹർഷി. അദ്ദേഹത്തെ ആദരിച്ചില്ല സഹോദരന്മാർ. നാരദ മഹർഷി ദേഷ്യപ്പെട്ട് ശപിച്ചു. ഇരുവരും മരുതുമരങ്ങളാവട്ടെ എന്ന്. ശാപത്തിനു ശേഷം ശാപമോക്ഷവും നൽകി. ഒരു കാലത്ത് ആ മരങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിലം പതിപ്പിക്കും. ഇരുവർക്കും പഴയ രൂപവും കിട്ടും. കൃഷ്ണൻ ശാപമോക്ഷം നൽകാൻ ഒരുക്കമായി. ഉരലും വലിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങി. ഇരു മരങ്ങളുടെയും ഇടയ്ക്ക് കയറി. ഉരൽ അവയിൽ തട്ടിത്തടഞ്ഞു. കൃഷ്ണൻ ആഞ്ഞൊന്ന് വലിച്ചു. മരങ്ങൾ ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ പൊട്ടിമറിഞ്ഞു. നളകൂബരനും മണിഗ്രീവനും അവയിൽ നിന്ന് ഇറങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണു. ഭഗവാനെ ഭക്തിപൂർവ്വം സ്തുതിച്ചിട്ട് മറഞ്ഞു. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടില്ലേ? ഓടിയെത്തി നന്ദഗോപനും മറ്റു പലരും. പൊട്ടിവീണ മരങ്ങളുടെ ഇടയിലുണ്ട് കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? തെല്ലു ദൂരെ നിന്ന് കണ്ടിരുന്നു ചില ഗോപബാലന്മാർ. അവർ പറഞ്ഞു, ശ്രീകൃഷ്ണൻ മരങ്ങളെ മറിച്ചിട്ടെന്ന്. 2 ദിവ്യന്മാർ ഉയർന്നു വന്നുവെന്ന്. അതൊന്നും ആർക്കും അത്ര വിശ്വാസമായില്ല. ശ്രീകൃഷ്ണനോ ചെറിയ കുഞ്ഞ്, മരങ്ങളോ വളരെ വലുത്. അവയെ മറിച്ചിട്ടു അത്രേ, എങ്ങനെ വിശ്വസിക്കും? എന്നാലും എല്ലാവർക്കും ഒരു വെല്ലായ്മ. ഗോകുലത്തിൻ്റെ നാഥനാണ് നന്ദഗോപൻ. ഉണ്ണികൃഷ്ണനോ കണ്ണിലുണ്ണിയും. അപായങ്ങൾ ഓരോന്നായി വന്നു ചേരുന്നു. എന്താണൊരു പോംവഴി? ഗോപന്മാർ ഉപനന്ദൻ്റെ അഭിപ്രായം ആരാഞ്ഞു. വയസ്സ് മൂപ്പനാണ് ഉപനന്ദൻ. മറ്റാരേക്കാളും ബുദ്ധിയും വിവേകവുമുണ്ട്. ഉപനന്ദൻ പ്രതിവിധി നിർദ്ദേശിച്ചു. പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ. ആ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു ശ്രീകൃഷ്ണൻ. ഇപ്പോൾ ഇതാ വൻമരങ്ങൾ പൊട്ടി വീണതിൽ നിന്നും. എല്ലാം ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രം. എങ്കിലും ഇനിയും അനർത്ഥങ്ങൾ ഉണ്ടാവാം. കഴിയുന്ന വേഗത്തിൽ ഗോകുലം വിട്ടു പോകണം. വൃന്ദാവനത്തിൽ താമസമാക്കണം. മനോഹരമായ പ്രദേശമാണ് വൃന്ദാവനം. കന്നുകാലികൾക്ക് പറ്റിയ സ്ഥലം. ആ അഭിപ്രായം ആദരിച്ച് നന്ദഗോപനും ഗോപന്മാരും എല്ലാവരും വൃന്ദാവനത്തിലേക്ക് പോയി പാർപ്പും തുടങ്ങി. ബലരാമനും ശ്രീകൃഷ്ണനും വളർന്നു വന്നു. കന്നാലിക്കുട്ടികളെ മേയ്ക്കുന്ന പ്രായമായി. അനേകം കൂട്ടുകാരുണ്ട് അവർക്ക്. കൂട്ടുകാർക്കെല്ലാം കന്നാലിക്കുഞ്ഞുങ്ങളുമുണ്ട്. എല്ലാവരും കൂടി പുല്ല് മേയ്ക്കുന്ന സ്ഥലത്തിലേക്ക് പോകും. കന്നാലിക്കുട്ടികളെ പുല്ല് തിന്നാൻ അഴിച്ചുവിടും. പിന്നീട് ആകെ ബഹളം തന്നെ. കളികളിൽ വിരുദ്ധന്മാരാണ് കുട്ടികൾ. അവർ കിങ്ങിണികൾ കുലുക്കി ഓടിച്ചാടും. കവിണ കൊണ്ട് കല്ലെറിഞ്ഞ് കളിക്കും. ഓടക്കുഴലുകൾ എടുത്ത് ഊതും. പക്ഷികളെ അനുകരിച്ച് കൂകും. കാളയെന്ന് നടിച്ച് മുക്കുറയിടും. ചുരമാന്തും. തമ്മിൽ കുത്തും. എന്തെല്ലാം മാതിരി കളികൾ, വിനോദങ്ങൾ! എത്ര ഉന്മേഷവും ഉത്സാഹവും! എന്തൊരു കോലാഹലം! ഇങ്ങനെ മനോഹരമായി അമ്പാടിക്കണ്ണനും കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത ആപത്ത് വരുന്നത്. എല്ലായിടവും പതിയിരിപ്പുണ്ട് ശത്രുക്കൾ. കംസൻ്റെ കിങ്കരന്മാർ ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടുകിട്ടിയാൽ കൊന്നിട്ടേ അവർ അടങ്ങും. മായാവികളാണ് മിക്കവരും. വത്സാസുരൻ ഒരുത്തനുണ്ട്. അവൻ ഒരിക്കൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. കന്നാലിക്കുട്ടിയായി രൂപം മാറി മറ്റു കന്നാലിക്കുട്ടികളുടെ കൂട്ടത്തിൽ ചെന്ന് നിൽപ്പായി. ആരും തിരിച്ചറിയുകയില്ല എന്നായിരുന്നു വിശ്വാസം. പക്ഷെ ആ വിശ്വാസം തെറ്റായിരുന്നു. ഭഗവാന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമോ? ശ്രീകൃഷ്ണൻ അസുരനെ ജ്യേഷ്ഠന് കാട്ടിക്കൊടുത്തു. അവൻ്റെ അടുത്തുകൂടി പെട്ടെന്ന് പിൻകാലിൽ കയറി പിടിച്ചെന്ന് മാത്രമല്ല, അതിവേഗം ചുഴറ്റി. ഒരു മരത്തിൻ്റെ മണ്ടയിൽ ഒരേറ്. മരത്തിലെ പഴങ്ങൾ തുരുതുരെ നിലത്തു വീണു. പഴങ്ങളോടുകൂടി വത്സാസുരൻ്റെ മൃതദേഹവും. മറ്റൊരിക്കൽ കുട്ടികൾ തടാകത്തിലേക്ക് പോയി. ആദ്യം പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിച്ചു. പിന്നീട് തങ്ങളും കുടിച്ചു. അവിടെയും പതുങ്ങിയിരിപ്പുണ്ട് ഒരസുരൻ, ബകാസുരൻ. വളരെ വമ്പിച്ച ഒരു കൊറ്റിയുടെ രൂപത്തിൽ. അവൻ ഓടിച്ചെന്ന് ശ്രീകൃഷ്ണനെ കൊത്തി വിഴുങ്ങി. അവനുണ്ടോ ഭഗവാന്റെ ശക്തി മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തൊണ്ട ചുട്ടുപൊള്ളി. അവൻ ശ്രീകൃഷ്ണനെ പുറത്തേക്ക് തുപ്പി. കൊത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ശ്രീകൃഷ്ണൻ കൊറ്റിയുടെ കൊക്കിനെ വലിച്ചു കീറി, മുഞ്ഞപ്പുല്ലു കീറും പോലെ. അങ്ങനെ ആ അസുരനും ചത്തുവീണു. കുട്ടികളെല്ലാം കൃഷ്ണനെ തോളിലേറ്റി ജയഘോഷം മുഴക്കി. പൂതനയുടെയും ദഗാസുരൻ്റെയും സഹോദരനാണ് അഘാസുരൻ. ഇരുവരെയും കൊലപ്പെടുത്തിയില്ലേ ശ്രീകൃഷ്ണൻ?
പക വീട്ടാൻ ഒരുങ്ങിയിറങ്ങിയ അഘാസുരൻ അവനൊരു യോജന നീണ്ട വമ്പിച്ച സർപ്പമായി ഗോപബാലന്മാരുടെ വഴിയിൽ ചെന്ന് കിടപ്പുമായി. വായും പിളർന്നു വെച്ചുകൊണ്ട് അറിയാതെ അതിനുള്ളിൽ പെട്ടുപോയി ഗോപബാലന്മാർ. ഭഗവാൻ സർപ്പത്തിൻ്റെ കഴുത്തിനുള്ളിൽ വെച്ച് വളർന്നു വലുതായി. അഘാസുരൻ്റെ തൊണ്ടയടഞ്ഞു, ശ്വാസവും തടഞ്ഞു. അവൻ വളഞ്ഞു പുളഞ്ഞ് വാലിട്ടടിച്ച് ചത്തു. അങ്ങനെ രക്ഷപ്പെട്ടു ഗോപബാലന്മാർ. ശ്രീകൃഷ്ണൻ ആരെയും ഉപദ്രവിക്കാൻ പോയില്ല. കൃഷ്ണനെ കൊല്ലാൻ വന്നു ശക്തന്മാർ പലരും. അവരെല്ലാം മരിക്കുകയും ചെയ്തു, തീയോടടുക്കുന്ന പാറ്റകൾ പോലെ. ഗോപന്മാർക്കും ഗോപികമാർക്കും വിസ്മയം തോന്നി. വിചിത്രമാണ് ഭഗവാന്റെ ലീലകൾ. അവയൊന്ന് നേരിട്ട് കാണണം, ഒന്ന് പരീക്ഷിക്കുകയും വേണം. അതിനായി ബ്രഹ്മാവിൻ്റെ ഒരുക്കം. ഗോപബാലന്മാർ എല്ലാവരും ഒന്നിച്ചുണ്ട്. കന്നാലിക്കുട്ടികളെ നദിയിൽ നിന്ന് വെള്ളം കുടിപ്പിച്ചു. അവയെ പുല്ല് തിന്നാൻ വനത്തിലേക്ക് അഴിച്ചുവിട്ടു. മണൽത്തിട്ടയിൽ ചെന്നിരിപ്പുമായി. ചോറും കറികളും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം എടുത്തു നിരത്തി തിന്നുകയായി. എന്തുമാത്രം സ്വാദാണ് അവയ്ക്കെല്ലാം! എന്തെല്ലാം നേരം പോക്കുകളാണ് കൃഷ്ണൻ പറയുന്നത്! സമയം പോകുന്നത് അറിയുന്നതേയില്ല ആരും. വനത്തിലേക്ക് കയറിപ്പോയ കന്നാലിക്കുട്ടികൾ എവിടെ? അവയെ കാണാനില്ലല്ലോ. ഉടനെ തിരഞ്ഞു പിടിക്കണ്ടേ? അല്ലെങ്കിൽ വലിയ കുഴപ്പമാവില്ലേ? കുട്ടികൾക്ക് പരിഭ്രമമായി. നിങ്ങൾ ഊണ് കഴിക്കിൻ, ഞാൻ അന്വേഷിച്ചു വരാം, കൃഷ്ണൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. വനത്തിലെങ്ങും തിരിഞ്ഞിട്ടും പശുക്കുട്ടികളെ കണ്ടുകിട്ടിയില്ല. കൂട്ടുകാരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്നു. എന്തൊരു കഷ്ടമാണ്! കൂട്ടുകാരെയും കാണാനില്ല. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും അവരില്ല. കൃഷ്ണൻ ആലോചിച്ചു. അപ്പോഴേക്കും കാരണം മനസ്സിലായി. ബ്രഹ്മാവ് ഒളിച്ചു വച്ചിരിക്കുകയാണ് അവരെ. എന്നാൽ അതിന് മറുവിദ്യ വേണമല്ലോ. കൃഷ്ണൻ സ്വയം ഗോപബാലന്മാരായി മാറി, പശുക്കുട്ടികളായും മാറി. കാണാതായ ഗോപബാലന്മാർ, കാണാതായ പശുക്കുട്ടികൾ, എല്ലാം ഉണ്ട്, തെല്ല് പോലും വ്യത്യാസമില്ലാതെ. ബാലന്മാരുടെ അമ്മമാർ പോലും വ്യത്യാസം കണ്ടില്ല. വീടുകളിൽ എത്തിയപ്പോൾ അത്ര ശരിപ്പകർപ്പുകൾ. അങ്ങനെ കഴിഞ്ഞുപോയി ഒരാണ്ടുകാലം. അപ്പോഴേക്കും ബ്രഹ്മാവ് വന്നൊന്ന് നോക്കി. താൻ ഒളിച്ചു വെച്ച ഗോപബാലന്മാർ, പശുക്കുട്ടികൾ ഇതാ ഇവിടെയുണ്ട്. ബ്രഹ്മാവ് വല്ലാതെ വിസ്മയിച്ചു പോയി. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴോ ബാലന്മാർക്കെല്ലാം വിഷ്ണു രൂപങ്ങൾ. കണ്ടില്ലേ മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണൻ്റെ മായ, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം! ബ്രഹ്മാവ് സ്തുതിച്ച് നമസ്കരിച്ചു. 1 വർഷം മുമ്പ് കൂട്ടുകാരോടുകൂടി ഊണ് കഴിച്ചില്ലേ, ആ സ്ഥലത്തേക്ക് ചെല്ലുകയായി കൃഷ്ണൻ. ബ്രഹ്മാവ് മറച്ചുവെച്ച ഗോപബാലന്മാരെല്ലാം, പശുക്കുട്ടികളെയെല്ലാം അവിടെയുണ്ട്. 1 വർഷക്കാലമായെന്ന് ബാലന്മാർക്ക് തോന്നിയിട്ടില്ല. ഒരു നിമിഷം കഴിഞ്ഞ പോലെ. ഉത്സാഹമായി കഴിഞ്ഞു പോകുന്നു ദിവസങ്ങൾ. ബലരാമനും ശ്രീകൃഷ്ണനും കൂട്ടുകാരോട് ചേർന്ന് കാലിമേയ്ക്കുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. സർവശക്തൻ ഗ്രാമീണ ബാലനായി ജീവിക്കുന്നു. തെല്ല് ദൂരെ ഒരു പനങ്കാടുണ്ട്. ധാരാളം പനമ്പഴം പൊഴിഞ്ഞു വീഴാറുണ്ട്. പക്ഷെ കുട്ടികൾക്കോ പനമ്പഴം ഏറ്റവും ഇഷ്ടമാണ് താനും. എന്നാലും അവിടേക്ക് പ്രവേശിക്കാൻ നിവൃത്തിയില്ല. അവിടെ ധേനുകൻ എന്ന രാക്ഷസനുണ്ട്. അവന് കിങ്കരന്മാരുമുണ്ട് അനേകം. എല്ലാവർക്കും കഴുതയുടെ രൂപമാണ്. കുട്ടികൾക്ക് കടുത്ത നിരാശയുണ്ട്. ധേനുകൻ കാരണം പനമ്പഴം കിട്ടുന്നില്ല. കൊതി അടക്കാനും വയ്യ. എന്തു ചെയ്യും? ശ്രീകൃഷ്ണനും ബലരാമനും പനങ്കാട്ടിൽ കടന്നു ചെന്നു. മഹാബലനായ ബലരാമൻ പനകളെ പിടിച്ചു കുലുക്കി. പനമ്പഴങ്ങൾ തുരുതുരെ പൊഴിഞ്ഞു വീണു. ആ ശബ്ദം ചെന്നലച്ചു ധേനുകൻ്റെ ചെവികളിൽ. മനുഷ്യർ കാട്ടിൽ കടക്കുന്നത് ആദ്യമായിട്ടാണ്. ധേനുകൻ പാഞ്ഞെടുത്ത് ബലരാമൻ്റെ മാറത്തൊരു ചവിട്ട്. മറ്റാരെയും കൊല്ലുമായിരുന്ന ചവിട്ട് ബലരാമൻ സാരമാക്കിയില്ല. മാത്രമല്ല അസുര കഴുതയെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് എടുത്തുയർത്തി അതിവേഗം ചുഴറ്റി മേൽപോട്ടെറിഞ്ഞു. അതോടെ അവൻ്റെ പ്രാണനും പോയി. ദേഹം ഒരു പനയുടെ മണ്ടയിൽ ചെന്ന് ഇടിച്ചു. ആ പന ഒടിഞ്ഞു വീണ് മറ്റൊരു പനയെ ഒടിച്ചു വീഴ്ത്തി. രണ്ടാമത്തേത് ഇനിയൊന്നിനെ, അത് വേറൊന്നിനെ. അങ്ങനെ അനേകം പനകൾ നിലം പതിച്ചു. കഴുതസ്വാമിയുടെ മരണം കണ്ടില്ലേ? ഉടനെ കഴുതഭൃത്യന്മാർ പാഞ്ഞു എന്നു. ബലരാമനും ശ്രീകൃഷ്ണനും അവരെ പിൻകാലുകളിൽ പിടിച്ച് മരത്തിലടിച്ചു കൊന്നു. ഒരൊറ്റ അസുര കഴുത പോലും ജീവനോടെ ശേഷിച്ചില്ല. ഗോപബാലന്മാർക്ക് എന്ത് സൗകര്യമായെന്നോ! കൊതി വരുമ്പോഴൊക്കെ പനങ്കാട്ടിൽ കടക്കാം, ഇഷ്ടം പോലെ പനമ്പഴം തിന്നാം. അങ്ങനെ ആ അസുരൻ്റെ വധവും കഴിഞ്ഞു. കാളിന്ദി തീരത്തിൽ വിഹരിക്കുകയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാരും. അന്നേ ദിവസം ഒന്നിച്ചു വന്നിട്ടില്ല ബലരാമൻ. ശ്രീകൃഷ്ണൻ ഒഴിച്ചുള്ള കുട്ടികൾ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു. തുടർന്ന് ഗോക്കളും. തൽക്ഷണം ചത്തുവീണു കുട്ടികളെല്ലാം. ഗോക്കളും
കാളിന്ദിയിൽ ഒരു കയമുണ്ട്. കയത്തിൽ കിടപ്പുണ്ട് കാളിയൻ എന്ന കാളസർപ്പം. അവൻ്റെ വിഷം കാരണം തിളയ്ക്കുകയാണ് കയത്തിലെ വെള്ളം. വിഷത്തിൻ്റെ കാറ്റൊന്ന് തട്ടിയാൽ മതി, ഏത് ജീവിയും ചത്തുപോകും. പറന്നു പോകുന്ന പക്ഷികൾ, പക്ഷങ്ങൾ കരിഞ്ഞു വീഴും. ഒരൊറ്റ കടമ്പുമരം ഒഴിച്ചാൽ നദീതീരത്തെ വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഉഗ്രമാണ് കാളിയൻ്റെ വിഷം. കാളിയനെ പാഠമൊന്ന് പഠിപ്പിക്കണം. അതായി ശ്രീകൃഷ്ണൻ്റെ നിശ്ചയം. ഭഗവാൻ ഒരു നോട്ടം കൊണ്ട് കൂട്ടുകാരെയും കന്നുകാലികളെയും ജീവിപ്പിച്ചു. അതിനുശേഷം അരഞ്ഞാണം മുറുക്കിക്കെട്ടി കടമ്പുമരത്തിൽ കയറി കയത്തിലേക്ക് കുതിച്ചു ചാടി നീന്തിക്കളിച്ചു, ശബ്ദമുണ്ടാക്കി. ബഹളം കേട്ട് കാളിയൻ പൊങ്ങി നോക്കി. അപ്പോൾ കണ്ടു ബഹളക്കാരനെ. ആ ഘോരസർപ്പം എന്തു ചെയ്തെന്നോ? ശ്രീകൃഷ്ണനെ മർമ്മം തോറും കൊത്തി ദേഹത്ത് കയറി ചുറ്റി. കണ്ണിലുണ്ണിയായ കണ്ണനുണ്ട് കാളസർപ്പത്തിൻ്റെ ചുരുളുകൾക്കിടയിൽ. കരയിൽ കണ്ടുനിന്ന കൂട്ടുകാർ വാവിട്ട് നിലവിളിച്ചു. സഹിക്കാനാവുമോ ആ കാഴ്ച? ആ സമയം വൃന്ദാവനത്തിലോ അപകടത്തിൻ്റെ മുൻസൂചനകൾ. പലർക്കും ഇടതുഭാഗം ചലിക്കുന്നു. ആകാശത്തു നിന്ന് കൊള്ളിമീൻ വീഴുന്നു. ഭൂമിയാകെ കുലുങ്ങുന്നു. ശ്രീകൃഷ്ണന് ആപത്ത് പിണഞ്ഞിരിക്കണം. എല്ലാവരും നദീതീരത്തേക്ക് ഓടി. അകത്ത് ആളിക്കത്തൽ. ഒരാൾ മാത്രമേ ഉള്ളൂ പരിഭ്രമിക്കാതെ, ബലരാമൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് ബലരാമൻ അറിയാം. എങ്കിലും ആരോടും ഉരിയാടിയില്ല. ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഓടിപ്പോയവർ കാളിന്ദി തീരത്തിൽ എത്തിയപ്പോൾ കണ്ടതോ, ശ്രീകൃഷ്ണൻ നദിയുടെ നടുവിൽ, കാളിയൻ്റെ പിടിയിൽ. കണ്ടവരെല്ലാം മൂർച്ഛിച്ചു വീണു. ബോധം വീണപ്പോൾ പൊട്ടിക്കരഞ്ഞു. കയത്തിൽ എടുത്തു ചാടാൻ മുതിർന്നു യശോദയും നന്ദഗോപനും. യശോദയെ പിടിച്ചു നിർത്തി ഗോപിമാർ, നന്ദഗോപനെ ബലരാമനും. എല്ലാവരും ശ്രീകൃഷ്ണനെ നോക്കി നിന്നു, കരഞ്ഞുകൊണ്ട് കരൾ തുടിപ്പോടെ. കാളിയൻ എത്ര കൊത്തിയാലെന്ത്, എത്ര ചുറ്റി ഇറക്കിയാലെന്ത്? ശ്രീകൃഷ്ണന് തകരാറ് വരുമോ? ഭഗവാൻ തെറ്റെന്ന് ദേഹമൊന്ന് വലുതാക്കി. കാളിയൻ്റെ ദേഹം ഞെരിഞ്ഞു തുടങ്ങി. പിടിവിടാതെ നിവൃത്തിയില്ലെന്നുമായി. സർപ്പത്താൻ ഉച്ചത്തിൽ ചീറി. മൂക്കിലൂടെ വിഷത്തി വമിച്ചു. നാവുകൾ തെരുതെരെ ചലിപ്പിച്ചു. എല്ലാ ഫണങ്ങളും വിടർത്തി. ശ്രീകൃഷ്ണൻ ശ്രദ്ധിച്ചു നോക്കി. കാളിയനെ വട്ടം ചുറ്റി ശ്രീകൃഷ്ണനെ പിടിക്കാൻ വട്ടം ചുറ്റി കാളിയനും. എത്ര വട്ടം ചുറ്റിയിട്ടും പിടികിട്ടുന്നില്ല. കാളിയൻ ക്ഷീണിക്കുക തന്നെ ചെയ്തു. അവൻ്റെ തലകളിൽ ചാടിക്കയറി ശ്രീകൃഷ്ണൻ. അവയിന്മേൽ നിന്നുകൊണ്ട് നൃത്തവും തുടങ്ങി. എന്തൊരു ഭംഗിയാണ്, മേളമാണ് ഭഗവാന്റെ നൃത്തത്തിന്. അത് കാണാൻ ആകാശത്ത് നിന്ന് പോലും വന്നു നിറഞ്ഞു ദിവ്യവർഗക്കാർ. ഭഗവാന്റെ പാദങ്ങളല്ലേ, ശക്തിയും മൂക്കും പറയണോ? ചവിട്ട് താങ്ങാൻ കരുത്തു പോരാ കാളിയന്. വായുകളിലൂടെ മൂക്കുകളിലൂടെ ചോര കവിട്ടി ആ സർപ്പത്താൻ. ഉയർന്നു നിന്ന തലകളെല്ലാം താഴ്ന്നു തകർന്നു. പരിഭ്രമിച്ച് ഓടിയെത്തി കാളിയൻ്റെ ഭാര്യമാർ. ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നവർ യാചിച്ചു. കാരുണ്യശാലിയായ ഭഗവാൻ നൃത്തം നിർത്തി. ശ്രീകൃഷ്ണന് മറ്റാരുമല്ല, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ. ആ ബോധമുണ്ടായി കാളിയന്. ഭഗവാനെ ശിക്ഷിക്കാനും രക്ഷിക്കാനും അവിടുത്തേക്ക് ശക്തിയുണ്ട്. അവിടുന്നാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം. അവിടുത്തെ ഇഷ്ടമെന്തോ അടിയൻ അനുസരിക്കാം. ഗർവം തീർന്ന കാളിയൻ പറഞ്ഞു, കാളിയ, ഇനിമേൽ ഇവിടെ താമസിച്ചുകൂടാ. ഭാര്യമാരോടും സന്താനങ്ങളോടും കൂടി സമുദ്രത്തിലുള്ള രമണക ദ്വീപിലേക്ക് പൊയ്ക്കൊള്ളണം. നീ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് ഗരുഡനെ ഭയന്നിട്ടാണല്ലോ. ഇനിമേൽ ആ ഭയം വേണ്ട. നിന്റെ തലയിൽ എൻ്റെ കാലടിപ്പാടുകളുണ്ട്. അവ കണ്ടാൽ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ശ്രീകൃഷ്ണൻ ഉറപ്പു നൽകി. കാളിയനും ഭാര്യമാരും ഭഗവാനെ പൂജിച്ചു. മണികളും മാലിന്യങ്ങളും മറ്റു വസ്തുക്കളും കാഴ്ചവെച്ചു. വിടവാങ്ങി രമണകത്തിലേക്ക് യാത്രയായി. ആ സമയം കാളിന്ദി വിഷബന്ധം വിടുകയായി. ഗരുഡനെ ഭയപ്പെടാൻ കാളിയന് കാരണമുണ്ട്. സർപ്പങ്ങളുടെ ജന്മശത്രുവാണല്ലോ ഗരുഡൻ. ശക്തിയേറിയ ശത്രുവാണ് താനും. സർപ്പവംശമാകെ നശിപ്പിക്കാൻ ഒരുങ്ങുകയുമാണ്. ഗരുഡനെ പ്രീതിപ്പെടുത്തിയാലോ ജീവരക്ഷ കിട്ടിയേക്കും. അതിനായി സർപ്പങ്ങൾ മുമ്പൊരിക്കൽ ബലി നൽകി. മാസത്തിലൊരിക്കൽ കറുത്തവാവ് തോറുമാണ് ബലി. മറ്റ് സർപ്പങ്ങളാണ് ബലി നൽകുന്നത്, കാളിയനല്ല. വളരെ ശക്തനാണ് താൻ. ഏറ്റവും ഉഗ്രമാണ് തൻ്റെ വിഷം. പിന്നെന്തിന് ഗരുഡനെ പേടിക്കണം? അതാണ് കാളിയൻ്റെ നിലപാട്. അവൻ ബലി നൽകാത്തതും പോട്ടെ, മറ്റ് സർപ്പങ്ങൾ നൽകിയ ബലിച്ചോറ് ഭക്ഷിക്കുക കൂടി ചെയ്തു കാളിയൻ. ഇതറിഞ്ഞ് ഗരുഡന് കോപമായി. കോപിച്ച് പറന്നെത്തി. ഗർവിതനായ കാളിയൻ പത്തികൾ വിരുത്തി നാവുകൾ നീട്ടി വിഷപ്പല്ലുകൾ കാട്ടി ആ ഞാഞ്ഞു കൊത്തി. പക്ഷേ പക്ഷി ശ്രേഷ്ഠൻ എന്തു ചെയ്തെന്നോ? ഇടത്തെ ചിറക് വിരിച്ച് ഒന്നടിച്ചു.
ഭയങ്കരമായ കൊക്കുണ്ട്, വജ്രം പോലുള്ള നഖങ്ങളുണ്ട്. അവയൊന്നും പ്രയോഗിച്ചില്ല. കാളിയനോട് ഇടത്തെ ചിറകു മാത്രം മതി. അതിൻ്റെ ശക്തിയോ അത്ര അധികമാണ് താനും. കാളിയന് വേദന സഹിക്കാൻ സാധ്യമായില്ല. തല്ലുകൊണ്ട് ചാവുമെന്ന് തീർച്ച. അവൻ ഒരു നെട്ടോട്ടം ഓടി. നെട്ടോട്ടം അവസാനിച്ചതോ കാളിന്നീയിലെ കയത്തിലും. കാളിന്നീയിൽ വരികയില്ല ഗരുഡൻ. അതറിയാം കാളിയന്. കാളിയന് മാത്രമേ അതറിയുതാനും. ഒരു ശാപമേറ്റിട്ടുണ്ട് ഗരുഡന്. ശപിച്ചത് സൗഭരി എന്ന മുനിയാണ്. കാളിന്നീയിൽ തർപ്പണം ചെയ്യുകയായിരുന്നു ആ മുനി. നദിയിലെ മത്സ്യങ്ങളെ കൊത്തി തിന്നു ഗരുഡൻ. മുനി ഗരുഡനെ വിലക്കി. പക്ഷേ ഗരുഡൻ അനുസരിച്ചില്ല. പോരെങ്കിൽ മത്സ്യരാജാവിനെയും പിടിച്ചു നിന്നു. മുനി കോപം കലർന്ന് ശാപമേകി. ഇനിമേൽ കാളിന്നീയിൽ വന്നാൽ ഗരുഡൻ മരിച്ചു പോകും. ശാപമേറ്റതിന് ശേഷം ഗരുഡൻ അവിടെ വന്നിട്ടില്ല. ഇനിയൊട്ട് വരികയുമില്ല. കാളിയൻ അങ്ങനെ കാളിന്നീയിൽ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. കാളിയനെ അങ്ങനെ പറഞ്ഞയച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കരയ്ക്ക് കയറി. യശോദയ്ക്ക്, രോഹിണിക്ക്, നന്ദഗോപന്, ഗോപന്മാർക്ക്, ഗോപിമാർക്ക് എന്ത് സന്തോഷമായെന്നും. അവരെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനെ മാറി മാറി മാറോടണച്ചു. സകലരും സന്തോഷത്താൽ മതിമറന്നു. പശുക്കളും പശുക്കുട്ടികളും പോലും. വൃന്ദാവനം ഭംഗികൾ തിങ്ങി വിങ്ങുന്ന പൂങ്കാവനം. വൃക്ഷങ്ങൾ വിസ്താരമാർന്ന പച്ചക്കുടകൾ പിടിച്ചു നിൽപ്പുണ്ട്. കൊടും വേനലിലും ചൂട് കടുക്കുകയില്ല. നിലം മുഴുവൻ പച്ചപ്പുല്ല് മൂടിയിട്ടുണ്ട്. പച്ചപ്പട്ട് വിരിച്ചിട്ട പോലെ തോന്നും. പല നിറം കലർന്ന പൂക്കൾക്ക് കയ്യും കണക്കുമില്ല. നോക്കുന്ന ദിക്കിലെല്ലാം പൂക്കൾ കണ്ണുകൾക്ക് വിരുന്നു നൽകും. മന്ദമായി വീശുന്നുണ്ട് പൂമണം പുരണ്ട കുളിർത്തന്നൽ. തേനുണ്ട്, മുരണ്ടുകൊണ്ട് മണ്ടുന്നുണ്ട് വണ്ടുകൾ. പാട്ടുപാടി പാറിപ്പറക്കുന്നുണ്ട് പലമാതിരി പറവകൾ. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വനഭംഗിയാണ് വൃന്ദാവനത്തിൽ. അവിടെയാണ് ഗോപബാലന്മാരുടെ ലീലകൾ. ശ്രീകൃഷ്ണനും ബലരാമനും കൂട്ടുകാരും ഒന്നിച്ചുണ്ട്. മയിൽപീലിയും പൂമാലയും പൂങ്കൊത്തും അണിഞ്ഞിട്ടുണ്ടാവും. പാട്ടുപാടിയും ആട്ടമാടിയും മൽപ്പിടിച്ചും വിഹരിക്കുകയാണ്. കൈകൾ കോർത്ത് പട്ടം ചുറ്റും. കായ്കൾ പറിച്ച് അന്യോന്യമറിയും. കണ്ണുകെട്ടി ഓടുന്ന കളി കളിക്കും. തവളച്ചാട്ടം ചാടും, ഊഞ്ഞാലാടും. എന്തൊരു കോലാഹലമാണ് വൃന്ദാവനത്തിൽ! ഇത്രയും മനോഹരമായ ഭഗവാന്റെ ഈ ബാലലീലകൾ ഇവിടെ നിർത്തുകയാണ്. കാളിയമർദ്ദനം വരെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയും അടുത്ത വീഡിയോയിൽ മറ്റൊരു കഥയാണ്. അപ്പോൾ ഇതുവരെ കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി.